ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ ആ പൂജകളെല്ലാം നടത്തുകയാണ്. പൂജകളെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. പക്ഷേ അവന്തികയുടെ മനസ്സിലെയും അതേപോലെ തന്നെ ജലജയുടെ മനസ്സിലിരിപ്പ് പുറത്തു വരികയാണ്. അപ്പോൾ അവന്തിക ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവൻ പരാജയപ്പെട്ട് വേണം തിരിച്ചു വരാനായിട്ട്, ഞങ്ങൾക്ക് വേണം എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടാനായിട്ട്. അപ്പോൾ ജലജയും ഇതേ പ്രാർത്ഥന തന്നെയാണ്, എൻ്റെ ദൈവമേ അവൻ തിരിച്ചു വരുമ്പോൾ തോൽവിയുടെ പടുക്കുഴിയുമായിട്ട് വേണേ തിരിച്ചു വരാനായിട്ട്, ഇനി അവനൊരു ഉയർച്ച ഉണ്ടാകാനായിട്ട് പാടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ജലജയും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ ഒരു പൂജാകർമ്മങ്ങളൊക്കെ കഴിയണം. അപ്പോൾ ദേവയാനിയാണെങ്കിലും മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ മകനും കുടുംബത്തിനും വേണ്ടി തന്നെയാണ് ദേവയാനി അവിടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആദർശിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നയനയ്ക്കാണെങ്കിൽ ആകെ സങ്കടവും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദർശ്, നയനെ നിന്നെയും കൊണ്ടുപോകായിരുന്നു, പക്ഷേ നിൻ്റെ വയലിലൊരു കുഞ്ഞാവേ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ നിനക്ക് റെസ്റ്റ് വേണമല്ലോ, ഇത്രയും ദൂരെ യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആദർശേട്ടാ, എനിക്കും വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ, സാരമില്ല, ആദർശേട്ടൻ പോയിട്ട് വാ എന്നൊക്കെ പറയുകയാണ്. സാരമില്ലെന്നേ, നമുക്ക് ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ടൂറൊക്കെ പോകാമല്ലോ, നമുക്ക് അടിച്ചു പൊളിക്കാമല്ലോ നയനെ. എനിക്കറിയാം ആദർശേട്ടാ, ഇനി അവിടെ ചെന്ന് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, ബിസിനസ് കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. മുത്തശ്ശനാകെ പ്രതീക്ഷയുള്ളത് ആദർശേട്ടനിൽ മാത്രമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാൻ നയനെ, മുത്തശ്ശന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുത്തശ്ശൻ പറയുന്ന പോലെ തന്നെ ഞാൻ ചെയ്യും. ഇനിയൊരു തോൽവിയോട് കൂടി ആയിരിക്കില്ല, ഒരു വിജയത്തോടു കൂടി തന്നെ ആയിരിക്കും ഞാൻ തിരിച്ചു വരാനായിട്ട് പോകുന്നത് എന്നൊക്കെ ആദർശ് പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അതേ ആദർശേട്ടാ, മുത്തശ്ശൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നയനയെ സ്നേഹമായിട്ട് തന്നെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ ആദർശ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുമ്പോഴാണ് ഏതായാലും ആദർശിനെ ഈ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചത് അവൻ വിജയത്തോടു കൂടി തന്നെ മടങ്ങി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവന്തിക സംസാരിക്കുകയാണ്, അതേ മുത്തശ്ശന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആദർശേട്ടൻ പോയിട്ടുണ്ടല്ലോ, ആദർശേട്ടൻ പോവുകയാണല്ലോ, അപ്പോൾ ആദർശേട്ടൻ വിജയത്തോടു കൂടി തന്നെ മടങ്ങി വരും മുത്തശ്ശ, അതിന് യാതൊരു സംശയമില്ല, എനിക്കറിയാം മോളെ, അവൻ വിജയത്തോടു കൂടി തന്നെ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ആദർശിനെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചത്. പക്ഷെ അവന്തിക്ക് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, അതേടെ കളവാ, താൻ തൻ്റെ കൊച്ചുമോനെ വിട്ടു, പക്ഷേ ഇനി വരാനായിട്ട് പോകുന്നത് ഈ തോൽവിയുടെ അങ്ങേറ്റം സ്വീകരിച്ചുകൊണ്ടായിരിക്കും തൻ്റെ കൊച്ചുമോൻ വരാനായിട്ട് പോകുന്നതെന്നൊക്കെ അവന്തിക വളരെ ക്രൂരമായിട്ടാണ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാവരുടെ മുന്നിൽ അവന്തിക നല്ല പിള്ളയായിട്ട് ചമഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മുടെ ആദർശ് നയനയും കൂടി വരികയാണ്. അപ്പോൾ ആദർശ് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, മുത്തശ്ശ ഞാൻ പോവാണ്ടോ മുത്തശ്ശ, എന്നെ അനുഗ്രഹിക്കണം മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് കാൽക്കലിലേക്ക് വീഴുകയാണ്. എന്ന് കഴിഞ്ഞപ്പോഴേക്കും, മോനെ നീ മുത്തശ്ശിയോട് പറഞ്ഞായിരുന്നോ ഇങ്ങോട്ട് ഇറങ്ങി വരാത്തത്? മുത്തശ്ശിക്ക് നല്ല മുട്ടുവേദനയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റാത്തൊരവസ്ഥയോടെ നിൽക്കുന്നത്. അതുകൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചും വ്രതം എടുത്ത് കഴിയുന്നത് മുത്തശ്ശിയാണ്, എനിക്കറിയാം മുത്തശ്ശ, അതുകൊണ്ട് ഞാൻ മുത്തശ്ശിയെ കണ്ട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നത്, അതേതായാലും നന്നായി. എന്നിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും ബാക്കിയുള്ളവരെല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ്, എല്ലാവരുടെയും യാത്രയും പറയുകയാണ്. ശരി മുത്തശ്ശ, എങ്കിൽ ഞാൻ താമസിക്കുന്നില്ല, ഞാൻ ഉടനെ തന്നെ പോവുകയാണ് മുത്തശ്ശ. ശരി മോനെ, വിജയിച്ചു വാ മോനെ, ഞാൻ വിജയിക്കാൻ തന്നെയാണല്ലോ മുത്തശ്ശ ദുബായിലേക്ക് പോകുന്നത്, മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ തന്നെ മുത്തശ്ശേനെ ഇനി ഞാൻ നിരാശപ്പെടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആദർശ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ ജലജയ്ക്കാണെങ്കിൽ അവൻ്റെ പോക്ക് കണ്ടില്ലേ, എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചിട്ട് അവൻ പോവുകയാണ്. എടാ ആദർശേ, നീ ഇനി വിജയത്തിലേക്ക് വരില്ലടാ, നീ തോൽവിയിലേക്കായിരിക്കും ഇവിടെ വരുന്നത്, മുത്തശ്ശൻ വിചാരിച്ചതുപോലെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ലടാ ആദർശേ എന്നും പറഞ്ഞുകൊണ്ട് ആ ജലജ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ അവന്തിക നേരെ അച്ഛനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പം അച്ഛനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, അതെ അച്ഛാ, അവൻ ദുബായിലേക്ക് പോയിരിക്കുകയാണ്, ഇനി അവൻ വിജയിച്ചു വരോ, മുത്തശ്ശൻ അത്രയ്ക്കും വലിയ താല്പര്യമുള്ളത് കൊണ്ടാ അവനെ പറഞ്ഞയച്ചത്. അച്ഛൻ പറഞ്ഞതുപോലെ അവൻ ഇനി വിജയത്തിലേക്ക് വരാൻ പാടില്ല. ഇല്ല മോളെ, അവൻ വിജയത്തിലേക്ക് വരില്ല, പക്ഷേ ആദർശിന് നല്ല കഴിവാണ്, അതുകൊണ്ടാണ് മുത്തശ്ശൻ കണ്ണു അടച്ചിട്ട് അവനെ എല്ലാ ദൗത്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ വിജയിച്ചു വരുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്?
അച്ഛനല്ലേ പറഞ്ഞത് അവനിനി വിജയിക്കേയില്ല, അവൻ തോറ്റു തുന്നമ്പാടിയായിരിക്കും വരാൻ പോകുന്നത്, വിജയമൊക്കെ നമ്മുടെ കീഴിലായിരിക്കുമെന്ന്. അതേ മോളെ, വിജയൊക്കെ നമ്മുടെ കീഴിലായിരിക്കും. അവൻ ദുബായിലല്ല, എവിടെ ചെന്നിറങ്ങിയാലും ഒരു കാര്യമില്ല. അവനെ മുംബൈയിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു നീക്കങ്ങളും നടക്കാനായിട്ട് പോകുന്നില്ല. അവന് വേണ്ടി കുറേ പൂജകളും വഴിപാടുകളൊക്കെ കഴിച്ചല്ലോ. അതേച്ചാ, പൂജകളും വഴിപാടുകളൊക്കെ കഴിച്ചു. അതിനൊക്കെ ഫലം ചെയ്യോ? അവരെന്ത് വിശേഷം ഉണ്ടെങ്കിലും അവരവിടെ പൂജ ചെയ്യും. ആ പൂജയുടെ ഫലം കാണുകയും ചെയ്യും. അവർ വിജയത്തിൻ്റെ മുന്നോടിയായിട്ടായിരിക്കും വരാനായിട്ട് പോകുന്നത്. ഇല്ല മോളെ, അവരെന്തൊക്കെ പൂജകളാണ് ചെയ്തതിൻ്റെ എല്ലാ ലിസ്റ്റുകളും എൻ്റെ കയ്യിലുണ്ട്. അതും അച്ഛൻ ആ സമയത്ത് ഇത് മനസ്സിലാക്കിയോ? പിന്നെ അല്ലാതെ, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അനന്തമൂർത്തിയെയും ആ കുടുംബത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി ആ ബിസിനസ്, അവരുടെ ഒരു ബിസിനസ്സും മുന്നോട്ട് പോകില്ല. അനന്തമൂർത്തിയുടെ മൂർത്തീസ് കമ്പനി തകർന്ന് അടിയാനായിട്ട് പോവാണ് മോളെ. അതെ അച്ഛാ, അതാണ് വേണ്ടത്. അവരുടെയൊക്കെ അഹങ്കാരം ഒന്ന് കാണണം. അതൊക്കെ പറഞ്ഞറിയിക്കാൻ പാടാത്ത അഹങ്കാരമാണ് എന്നൊക്കെ സംസാരിക്കുകയാണ്. അതേ മോളെ, അവരുടെ അഹങ്കാരം അധികം താമസിയാതെ നിൽക്കുക തന്നെ ചെയ്യും. അവൻ ദുബായിലേക്ക് പോയി, പക്ഷേ കഷ്ടിച്ചാണ് ജയിലിൽ കിടക്കാതെ അവൻ രക്ഷപ്പെട്ടത്. ഇനി അങ്ങനെ രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. മോള് കാത്തിരുന്ന് കണ്ടോ, എനിക്കിട്ട് അടിച്ചതൊക്കെ ഞാൻ തിരിച്ചടിക്കാനായിട്ട് തുടങ്ങാനായിട്ട് പോവാണ് എന്നിങ്ങനെ കരുതുകയാണ് നമ്മുടെ ഈ ഇവളുടെ അച്ഛൻ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പം നയനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ കട്ടിലേക്ക് കിടക്കുക. ആദർശേട്ടനെ ഇപ്പോൾ വിളിച്ചില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച്. പക്ഷേ ഈ സമയം തന്നെ ആദർശാണെങ്കിൽ അവിടെ എത്തി. എല്ലാവരും ആദർശന് നല്ലൊരു സ്വീകരണമൊക്കെ കൊടുക്കുക. അപ്പോൾ സ്വീകരണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എവിടെയാണ് വീട്, അപ്പോൾ ഈ പെണ്ണോട് ചോദിക്കണം എവിടെയാണ് വീട്, എന്ത് ചെയ്യുന്നു, നാട്ടിലെവിടെ, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടെയാണ് സാറേ, ചങ്ങനാശ്ശേരിയിലാണ്, സാറിനോട് വിശദമായിട്ട് കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്, ഏതായാലും സാറ് വരൂ, സാർ റെസ്റ്റ് എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആദർശിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ആദർശ് നേരെ റൂമിൽ ചെന്ന് കഴിഞ്ഞ് നയനെ വിളിക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആദർശേട്ടനാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ നയന ഫോൺ എടുക്കുകയാണ്. ആദർശേട്ടൻ പോയപ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ എത്തിയോ ഇല്ലയോ, എന്ത് സംഭവിച്ചോന്ന് അറിയാത്തതിൻ്റെ ഒരു ടെൻഷനായിരുന്നു. ഇവിടെ എന്ത് സംഭവിക്കാനായിട്ട്, ഇവിടെ ഒരു കുഴപ്പമില്ല, ഞാനിവിടെ എത്തിയും കഴിഞ്ഞു. പിന്നെ റൂമിലെത്തി റെസ്റ്റ് എടുക്കുക. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ നയന. ആദർശേട്ടൻ റെസ്റ്റ് എടുത്തോ, ഞാൻ കൂടുതൽ വിളിച്ച് ശല്യപ്പെടുത്തൊന്നുമില്ല. പിന്നെ അവിടെ എത്തിയില്ലെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ആകാംക്ഷ, അതുകൊണ്ട് മാത്രം വിളിച്ചാണ്. നയനെ, നീ നന്നായിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. പിന്നെ അമ്മയോട് ഫുഡ് കഴിക്കാനായിട്ട് പറയണം. ഇങ്ങനെ വ്രതം എടുത്ത് വല്ലാത്തൊരവസ്ഥയിലായി പോകാൻ നിൽക്കരുത്. എൻ്റെ ആദർശേട്ടാ, ഞാൻ അമ്മയോട് പറഞ്ഞു മടുത്തു. അമ്മയാണെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറൊരു ഭക്ഷണവും അമ്മ കഴിക്കുന്നില്ല. വ്രതം തന്നെയാണ്. ആദർശേട്ടന് വേണ്ടിയാണ് വ്രതം അമ്മ എടുക്കുന്നത്. അമ്മയോടൊന്നും പറയാനായിട്ട് എനിക്ക് പറ്റില്ല. അമ്മയോട് ആദർശേട്ടൻ തന്നെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ വിളിച്ചാൽ ഞാൻ നിൻ്റെ കാര്യവും പറയുന്നത്, നിന്നെ വിളിച്ചു കഴിഞ്ഞ് ഞാൻ അമ്മയുടെ കാര്യവും പറയുന്നത്, രണ്ടുപേരെയും ഞാൻ മാറി വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നയന, നീ ഒരു കാര്യം ചിന്തിക്കണം, വയലൊരു കുഞ്ഞുള്ളതാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് കുഞ്ഞിനെ ആയിരിക്കും ബാധിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തോളണം. ശരി ആദർശേട്ടാ. നയനെ, ഞാൻ നിന്നെ വിളിച്ചോളാം കേട്ടോ. കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ശേഷം സമയം കിട്ടുമ്പോൾ ഞാൻ വിളിക്കാം. ശരി ആദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അപ്പോഴാണ് അവന്തികയുടെ വരവ്. അപ്പോൾ അവന്തിക ഈ ഒരു കാര്യം കേട്ടുകൊണ്ടായിരുന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അവന്തികയ്ക്ക് ഭയങ്കര കലി വരികയാണ്. അങ്ങനെ നയനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവന്തിക അപ്പോൾ ഒന്ന് ചിരിച്ചൊക്കെ കാണിക്കുകയാണ്. ഇതാരാ അവന്തികയോ, വാ അവന്തിക എന്ന് പറയാം. ആദർശേട്ടൻ വിളിക്കുകയായിരുന്നോ നയനേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ആദർശേട്ടനായിരുന്നു അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. എന്നാലും ആദർശേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് നയനച്ചേച്ചിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ. നയനേട്ടത്തിയെ ഇവിടെ വന്നത് വളഞ്ഞ വഴിയിലൂടെയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നയനയുടെ മുഖഭാവം ഒന്ന് മാറുകയാണ്. പക്ഷേ നയനേട്ടത്തി ഇവിടെ വന്ന് ആദർശേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നു, ഒരുപാട് കടമ്പകളെല്ലാം കടന്നു. പക്ഷെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ആദർശേട്ടന് നയനേട്ടത്തിയെ പോലൊരു ഭാര്യയെ കിട്ടില്ല.
നിങ്ങൾ എന്ത് നല്ല ജോഡിയാണ്, എന്തൊരു സ്നേഹമാണ്. അങ്ങനെ വേണം ഭാര്യയും ഭർത്താക്കന്മാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് ഈ കല്യാണത്തിനോടൊന്നും ഒരു താല്പര്യമില്ല. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഒരു വിചാരം എൻ്റെ മനസ്സിലില്ല എൻ്റെ നയനേച്ചി. പക്ഷേ അങ്ങനെ അഥവാ എന്തെങ്കിലും കല്യാണം കഴിക്കണോ എന്ന് താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ആദർശേട്ടനെ പോലെ ഒരു ഭർത്താവിനെ വേണോന്ന് ആഗ്രഹം. അത്രയ്ക്കും ഞാൻ ചേച്ചിയെയും ആദർശേട്ടൻ സ്നേഹിക്കുന്നില്ലേ, ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? അത് നീ പറഞ്ഞ ശരി തന്നെയാ. ഞാനേ ആദർശേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ, ആ സമയത്തെ ഞങ്ങൾ രണ്ടുപേരും കീരിയും പാമ്പും ആയിരുന്നു. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഏ ആ എനിക്ക് ആദർശേട്ടൻ വീട്ടിൽ വരുമ്പോഴേ ആദർശേട്ടൻ്റെ മുന്നിലേക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു. ആദർശന്റെ മുഖത്തും പോലും നോക്കാൻ പേടിയായിരുന്നു. അങ്ങനെ പേടിച്ചാണ് ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അടുത്തു. എല്ലാം ദൈവത്തിന്റെ വിധി. അതെ നയനേച്ചി, എല്ലാം ദൈവത്തിന്റെ വിധിയാണ്. ദൈവം നിങ്ങളെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ പരം കൂടുതൽ സന്തോഷമൊന്നുമില്ലല്ലോ. ഹേ ഇല്ല മോളെ, അതിൽ പരം എന്ത് സന്തോഷമാണ്. ഇനി ഞങ്ങൾ ഒരിക്കലും പിരിയില്ല മോളെ. അങ്ങനെ വേണം ചേച്ചി. ഇനി ജീവിതകാലം മുഴുവനും നിങ്ങൾ ഒന്നിച്ച് സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ചേച്ചി എന്നിങ്ങനെ അനാമിക മനസ്സിൽ വിഷം വെച്ചുകൊണ്ട് തന്നെ നയനയോട് പറയാണ്. എന്നാൽ ശരി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും അനാമികയുടെ മുഖം മാറുകയാണ്. അവന്തികയുടെ മുഖം മാറുകയാണ്. പക്ഷേ നയനയ്ക്കാണെങ്കിൽ ഇവളൊക്കെ നല്ല സന്തോഷത്തോടെയാണല്ലോ വർത്താനം പറയുന്നതൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ നയന നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദേവയാനിങ്ങനെ ഈ ഇവൻ്റെ നവീൻ്റെ അമ്മനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ നവീനെ കുറിച്ച് ചോദിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറയാനാണ്, അവന് കല്യാണമൊന്നും വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അവനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴാണ് നമ്മുടെ നയന ചായയായിട്ട് വരുന്നത്. ചായ കുടിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവീൻ്റെ അമ്മയാണെങ്കിൽ ഇനി അധികം താമസിയാതെ ഒരു കുഞ്ഞാവനെ കാണാമല്ലോ, ഒരു കുഞ്ഞാവനായിട്ട് കളിച്ച് ചിരിച്ച് ഞാനിവിടെ സമയമൊക്കെ ചിലവഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇതേപോലെ നവീൻ്റെ കല്യാണവും എത്രയും പെട്ടെന്ന് നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ദേവയാനിയെ. ഞാൻ എത്രയോ പ്രാവശ്യം അവനോട് ഈ കല്യാണക്കാരി എടുത്തിട്ടുണ്ടെന്നറിയാവോ? പക്ഷേ അവൻ അടുക്കുന്നില്ല. കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോ കാണിച്ചു, പക്ഷേ ആ ഫോട്ടോ ഒന്ന് എടുത്തു പോലും നോക്കില്ല അവൻ. അങ്ങനെയാണ് അവൻ. പിന്നെ എന്ത് ചെയ്യാനാണ്? അവനോട് കല്യാണക്കാര്യം പറഞ്ഞ് അമ്മ അടുത്തിരിക്കുകയാണ്. ഏതായാലും നോക്കട്ടെ, വരുന്നിടത്ത് വെച്ചോളം കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടി വരികയാണ്. ഇത് ആരാ വന്നിരിക്കുന്നത്? ഇങ്ങോട്ടൊക്കെ ഇറങ്ങാനായല്ലേ, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വാടോ ഇതൊക്കെ കിട്ടുന്നപ്പോഴേക്കും തനിക്കും വരാം എന്ന് നവീൻ്റെ അച്ഛൻ പറയാണ്. അത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ, ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നിങ്ങളെ കണ്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ കുടുംബത്തെ രക്ഷിച്ച ആളാണല്ലോ നവീൻ. അപ്പോൾ നവീനോട് അത്രയും മാത്രം ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. വക്കീൽ പണിയൊക്കെ എവിടം വരെ ആയടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കോ ഞാനിപ്പോൾ ആ പണിയൊക്കെ ഒന്നും പോകുന്നില്ലല്ലോ, മോനാണല്ലോ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അവൻ ബിസിയാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആവശ്യമേ ഇല്ല എന്നൊക്കെ പറയുമ്പോഴാണ് അവന്തിക വരുന്നത്. അപ്പോൾ അവന്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നവീൻ്റെ അമ്മയ്ക്കൊരു ഇഷ്ടം. അത് നമ്മുടെ അവന്തികയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, അവന്തിക മോള് തന്നെയാണ്. അപ്പോൾ അവന്തിക അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഞങ്ങളെ മനസ്സിലായോ മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങനെ മറക്കാനായിട്ട് പറ്റുമോ ആൻറ്റി? നിങ്ങളെയൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നവീനേട്ടൻ എവിടെ? നവീനേട്ടൻ എന്താ വരാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന് കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് വരാതിരുന്നത്. ഇപ്പോൾ അങ്കിള് പോകുന്നില്ലല്ലോ, നവീൻ തന്നെയല്ലേ എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്നത്, അതുകൊണ്ട് നവീൻ കുറച്ച് ബിസിയാണെന്നൊക്കെ പറയാണ്. നവീനേട്ടനെ നിങ്ങളിന്ന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ കുടുംബത്തെ രക്ഷിച്ചതല്ലേ നിങ്ങൾ? നവീനേട്ടൻ വലിയൊരു കേസിൽ നിന്ന് തന്നെയല്ലേ ഈ കുടുംബത്തെ രക്ഷിച്ചത് എന്നൊക്കെ ഇങ്ങനെ വളരെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്താണ് മോളുടെ കല്യാണമൊന്നും ആയില്ലേ, കല്യാണമൊക്കെ നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ദേവയാനിയാണെങ്കിൽ ഇനി കല്യാണം നോക്കണം, മോള് പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഇനി താമസിയാതെ തന്നെ കല്യാണം നോക്കണമെന്നും പറയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവീൻ്റെ അമ്മയ്ക്ക് ഒരു സന്തോഷവും ഇതൊക്കെ ഇങ്ങനെ തോന്നുക. ശരി മക്കളെ, എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനിയും കാണാം നമുക്ക്. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട്
നമ്മുടെ ഇവരിറങ്ങി കഴിയുമ്പോഴും ഈ അവന്തികയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക. അവന്തികയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നിക്കുകയാണ്. ഇവരിനി കല്യാണം ആലോചിച്ചുകൊണ്ടാണോ വന്നത് എന്നൊരു സംശയവും കൂടി അവന്തികയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.